എങ്ങനെയുണ്ട് നിനക്ക്? കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഓക്കെയാണ്. ദൈവം കാത്ത്. അപ്പ ആദിയോട് പറഞ്ഞായിരുന്നു ഈ കാര്യം? ഇല്ല, പറഞ്ഞിട്ടില്ല. അതെന്തായാലും നന്നായി. നമുക്ക് ഡീല് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ കാര്യം. പിന്നെ എന്തിനാടാ ഞാൻ നിന്റെ ചേട്ടനാന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? ആദി, നീ എന്താ ഇവിടെ? പിന്നെ എന്റെ അനിയനൊരു പ്രശ്നം വരുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആര് വരണം? നിന്നെ ഇടിച്ച ആ ലോറി ഡ്രൈവറിന്റെ കാര്യം എന്തായാലും തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പുന്നാര മോനെ ഒന്ന് കാണണം. മനു, നീ ആ കാര്യമൊക്കെ ഒന്ന് ഡീൽ ചെയ്. ഓക്കെ സാർ. അവൻ ചില്ലറക്കാരനല്ല, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ എന്തിനാടാ പേടിക്കുന്നത്? ഞാൻ ഇല്ല നിന്റെ കൂടെ. ഇനി അവനെ തീർക്കാതെ എനിക്ക് ഉറക്കമില്ല. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ഞാനിവിടെ ജീവനോടുള്ളിടത്തോളം കാലം അത് നടക്കില്ല. നീ നേരിട്ട് വാ, ഭീരുക്കളെ പോലെ ഒളിച്ചിരിക്കാതെ. ടൈം ഉണ്ടല്ലോ ജെക്കെ, നമ്മൾ മീറ്റ് ചെയ്യാൻ ടൈം ആയിട്ടില്ല. നിനക്ക് ഞാൻ ഭിക്ഷ തരുവാണ് നിന്റെ ഈ ലൈഫ്. അത് കുറച്ച് നാളത്തേന്. അത് കഴിഞ്ഞ് ഞാൻ വരും നേരിട്ട്. നിനക്ക് പ്രിയപ്പെട്ടവരെ നിന്റെ മുന്നിലിട്ട് ഞാൻ കൊല്ലും. ചുമ്മാ വായ്ത്തളം അടിക്കാതെ മോനെ. തെരുവ് പട്ടി കുരയ്ക്കുന്നത് കേട്ട് ഞാൻ പേടിച്ചൊളിച്ചോടി പോകുന്നവനല്ല. നീ നേരിട്ട് വാ. ഈ ഒളിച്ചിരുന്ന് കളിക്കുന്ന പരിപാടി വളരെ ബോറാണ്. കൂൾ. ടൈം ഉണ്ടല്ലോ, കാണാം നമുക്ക്. ബൈ. കോപ്പ്. എന്താടാ? ആ ജോ ആണ് വിളിച്ചത്. അവൻ തന്ന ഭിക്ഷയാണ് എന്റെ ലൈഫ് എന്ന്. എന്ത്? അവൻ തന്ന ഭിക്ഷയോ? അവന്റെ ലൈഫാണ് നമ്മൾ കൊടുത്ത ഭിക്ഷ. അന്ന് അവന് തന്തയെ തീർത്ത ടൈം അവനെ നമുക്ക് തീർക്കായിരുന്നു. നമ്മൾ അവനെ വെറുതെ വിട്ടു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അവൻ വരട്ടെ നേര്. അന്നായിരിക്കും അവന്റെ ലാസ്റ്റ് ഡേ. ഇതാരെ രാവിലെ തന്നെ? ആരോ? ഓ, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടായിരുന്നല്ലേ? എടി, നീ എന്നെ വരുന്ന കാര്യം പറയാതിരുന്നേ? ഓ, അതെങ്ങനെയാ? ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കോ? ഞാൻ എന്ന് പോയതാ നാട്ടിലോട്ട്. നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങൾ എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല. വിളിക്കാത്തത് പോട്ടെ, ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ കോളേജിലും എടുത്തോ? അതുമില്ല. എടി, ജോലി തിരക്കായിരുന്നു. ഓഹോ, 24 മണിക്കൂറും വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല. എന്നെ ഒന്ന് വിളിച്ച് എന്നെ എടുക്കുവാ, കഴിച്ചോ എന്ന് ചോദിക്കാൻ വേറെ 2 മിനിറ്റ് മതി. 2 മിനിറ്റ് പോലും വേണ്ട. അതിനെ പോലും നിങ്ങൾക്ക് ടൈമില്ല. കെട്ടിയവനോ വിളിച്ചില്ല. എന്നെ എന്റെ 2 മക്കളുണ്ട്, അതുങ്ങളേലും വിളിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ അതുങ്ങളും വിളിച്ചില്ല. അപ്പ എന്താ ഇവിടെ ഒരു ബഹളം? വാ മോനെ വാ, കുറച്ച് നീ കേക്ക്. അമ്മ, ഞാൻ വന്നതിനെ വിളിക്കാൻ. അതിന്റെ അമ്മ തന്നെ ഇങ്ങ് പോകുന്ന? ഓ, എനിക്കാരും സഹായം ഒന്നും വേണ്ട വരാൻ. ഈ 2 വീക്കായിട്ട് ഒരുത്തം പോലും എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ? അമ്മ ഇച്ചിരി ബിസി ആയിപ്പോയി. ബിസി ആയിരിക്കും, എനിക്കറിയാം. സ്വന്തം തള്ളയെ വിളിക്കാൻ പോലും നിനക്കൊക്കെ ടൈമില്ല അല്ലേ? എന്റെ പാറക്കുട്ടി, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. സോറി, മനഃപൂർവ്വം അല്ലല്ലോ. ഇനി ദേഷ്യപ്പെടുമ്പോ പാറക്കുട്ടീനെ കാണാൻ ഒട്ടും കൊള്ളില്ല കേട്ടോ. ഈ വട്ടത്തേനൊന്ന് ക്ഷമിക്ക് പാറുവേ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ നിന്റെ ഈ അപ്പനോട് ഞാൻ ക്ഷമിക്കില്ല. അങ്ങേരോട് പറഞ്ഞേക്കെ എന്നോട് മിണ്ടണ്ടാന്ന്. ഞാനെന്തിനാ പറയുന്നത്? കേൾക്കുന്നുണ്ടല്ലോ. പാറു, ഇത് ശരിയാ കേട്ടോ. ഞാനും ജോലി ബിസി ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ ഒന്നും കേൾക്കണ്ട. പോടാ. അംസിനെവിടെ? അവനെ കണ്ടില്ലല്ലോ. അവൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയമ്മ. ആണോ? അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മോളെ, കേറി വാ.
ഓ, ആദ്യമായി ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്താ ആദി ഇത്? മോളെ, മോക്ക് മനസ്സിലായോ എന്നെ? മനസ്സിലായി അങ്ക്. സുഖമാണോ മോക്ക്? അതെ, സുഖം. അങ്കിൾക്കോ? എനിക്ക് സുഖാണ്. കുഞ്ഞിലെ കണ്ടേ നിന്നെ, നീ വളർന്നങ്ങ് വലിയ കുട്ടിയായല്ലേ. അവക്ക് മാത്രല്ല, അവളുടെ നാവിന് നല്ല വലുപ്പമാ. ആന്റി കണ്ടോ ഇത്? ആദി, അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആദി, നീ എന്തിനാ എന്റെ കൊച്ചിനോട് ഇങ്ങനെ വഴക്കിടുന്നത്? അവക്ക് ഇവിടെ ഉള്ളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. ഓ, ഇവക്ക് വല്ല ഹോസ്റ്റലിലും പോയി നിന്നൂടെ? സൗകര്യമില്ല, ഞാൻ ഇവിടെ നിൽക്കൂ. എന്താ ആദി ഇത്? കുഞ്ഞു പിള്ളേരെ പോലെ. അവളെ ഞാൻ എങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെ? ഓ, എന്തായാലും വന്ന കാര്യം നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ, വല്ലതും കഴിക്കാം. അതെ, അത് നല്ല തീരുമാനമുണ്ട്. നല്ല വിശപ്പുണ്ട്. എന്റെ റൂം എവിടെയാ? മോള് വാ, ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്? അവക്ക് വിഷമായി കാണും. അതല്ലപ്പാ, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവല്ലോ. എപ്പോ വേണേലും അവന്റെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷയായിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടി ഇവളും ഇപ്പോ അവൻ അറിഞ്ഞു കാണും ഇവരോട് വന്ന കാര്യം. അതുറപ്പാണ്, അവൻ അറിഞ്ഞു കാണും. പക്ഷേ അവനുണ്ടെന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവന്റെ ലൊക്കേഷൻ പോലും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു വഴി കാണും. നീ ചുമ്മാ ആ കൊച്ചിനോട് ആ ടെൻഷൻ ഫുള്ളും തീർക്കാതിരിക്കെ. ഒരു പാവം കൊച്ച്. പാവമോ? അപ്പന് ശരിക്കും അതിനെ അറിയില്ല. ടൈം ഉണ്ടല്ലോ, അറിഞ്ഞോളും. അതൊക്കെ വിട്. നീ പോയി ഇപ്പൊ കറി ഉണ്ടാക്ക്, അവരിപ്പൊ കഴിക്കാൻ വരും. ഓ, ഞാൻ തന്നെയല്ല, നമ്മൾ. എടാ, എനിക്കിച്ചിരി വർക്കുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ കറി ഉണ്ടാക്കാൻ വാ. ആദി, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നാളെ ഇവരുടെ കൂടെ ഒന്ന് കോളേജ് വരെ പോണം. ഞാനോ? എനിക്ക് നാളെ വർക്കുണ്ട്. അമ്മയ്ക്ക് പോയാ? എടാ, എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നീ പോയിട്ട് വാ. ഓ, 10 മിനിറ്റത്തെ കാര്യമുള്ളോ? എന്നാ അമ്മയ്ക്ക് പോകൂടെ? എടാ, എനിക്ക് ആ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആന്റി ഇഷ്ടമില്ലെങ്കിൽ ആരെയും നിർബന്ധിക്കണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഓ, എന്നാ ഞാൻ പൊക്കോളാം അമ്മ. പിന്നെ വെറും 10 മിനിറ്റ് കൂടുതൽ ഞാൻ നിൽക്കില്ല കേട്ടല്ലോ. ആയിക്കോട്ടെ സാർ, ജസ്റ്റ് ഒന്ന് അവളുടെ ഗാർഡിയനായിട്ട് പോയാ മതി. നിങ്ങൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ആളാകെ അങ്ങ് മാറിപ്പോയി. ഇതിനൊക്കെ ഉള്ളത് ഞാൻ കൊടുത്തോളാം. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എനിക്കകത്തോട്ട് വരാവോ? ആ, വന്നോളൂ. ഓ, ഇതാര്? എന്താ ഈ വഴിക്കൊക്കെ? ബാക്കി വഴിക്കിടാൻ വന്നെയാണോ? അല്ല, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചോദിക്കേ. നീ പഠിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നതല്ലേ, അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഈ വരവിന്? ഉണ്ട്, വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ എന്താ വിചാരിച്ചേ? എനിക്ക് ആശ തന്നിട്ട് പോയാ ഞാൻ നിങ്ങളെ ഓർത്ത് കരഞ്ഞൊരു മൂലക്ക് ഇരിക്കുമെന്നോ? നോ വേ. ഞാൻ ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. അപ്പൊ മനഃപൂർവ്വമാണ് നീ ഇവിടുത്തെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തത് അല്ലേ? അതെ, എല്ലാം എന്റെ പ്ലാനാണ്. ഞാൻ നിങ്ങളെ കൊണ്ടേ പോകൂ. കാണാലോ. എനിക്ക് ആഗ്രഹം തന്നിട്ട് നിങ്ങൾ അങ്ങനെ മുങ്ങി നടക്കണ്ട. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. എന്നല്ല നടക്കാത്ത ആഗ്രഹം. ഞാൻ ആരാണ്?
എന്താണെന്നൊക്കെ നീ ശരിക്കും അറിഞ്ഞ നീ തന്നെ ഇവിടുന്ന് ഓടിക്കോളും. വാട്ട് എവർ, ഐ ലവ് യു.